കൊല്ലം ആയൂർ സംസ്ഥാന ഹൈവേക്കരികിൽ മുഖത്തല കണിയാന്തോട്ടിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന HP ഗ്യാസ് ഗോഡൌണിലാണ് റെയ്ഡ് നടത്തിയത്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നടത്തിയ റെയ്ഡിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റേതല്ലാത്ത 1000-ലധികം ഒഴിഞ്ഞ സിലിണ്ടറുകളും ലോറിയിൽ കയറ്റി വച്ചിരുന്ന 200-ലധികം HP നിറ സിലിണ്ടറുകളും കണ്ടെത്തി. ചാത്തന്നൂരിൽ പ്രവർത്തിച്ചു വന്ന ഒരു ഏജൻസിയുടെ പേരിലാണ് ഇവിടെ ഗോഡൌൺ പ്രവർത്തിച്ചു വന്നത്. പൊതുമേഖലാ ഗ്യാസ് കമ്പനികൾക്ക് പുറമെ സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ ഒഴിഞ്ഞ സിലിണ്ടറുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ലോറിയിൽ സിലിണ്ടറുകൾ കൊണ്ടുവന്ന ശേഷം കടകളിൽ കൊണ്ടുപോയി വിതരണം ചെയ്തു വരികയായിരുന്നു. കണിയാന്തോട്ടിലുള്ള HMK ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിലാണ് ബുധനാഴ്ച ഉച്ചയോടെ ജില്ലാ സപ്ലൈ ഓഫീസർ KB സിന്ധുവിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്നും സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് സിവിൽ സപ്ലൈസിന്റെ LPG ട്രാക്കർ വഴി അല്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇവരുടേതെന്ന് പറയുന്ന ചിറക്കര പോളച്ചിറയിൽ അടഞ്ഞുകിടക്കുന്ന ഗോഡൌണിലും പരിശോധന നടന്നു. കണിയാന്തോട്ടിൽ 2000-ഓളം സിലിണ്ടറുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം. വിവരമറിഞ്ഞ് BPCL, HPCL, IOC എന്നീ കമ്പനികളുടെ സെയിൽസ് ഓഫീസർമാരും സിലിണ്ടറുകൾ പിടികൂടിയ സ്ഥലത്തെത്തി. കഴിഞ്ഞ 8 മാസം മുമ്പാണ് ഇവിടെ ഗ്യാസ് ഗോഡൌൺ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ വിവിധ വകുപ്പുകളുടെ ലൈസൻസുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. സിലിണ്ടറുകൾ കണ്ടെത്തിയതിനെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. എന്നാൽ അനധികൃതമായല്ല പ്രവർത്തിച്ചതെന്നും കടകളിൽ നിറ ഗ്യാസ് സിലിണ്ടറുകൾ കൊടുത്ത ശേഷം ഏത് കമ്പനിയുടെ സിലിണ്ടറാണെന്ന് നോക്കാതെ ഒഴിഞ്ഞ സിലിണ്ടറുകൾ തിരികെ എടുത്തുകൊണ്ടുവന്നതാണെന്നും ഏജൻസി ഉടമകൾ പറഞ്ഞു. ജില്ലാ സപ്ലൈ ഓഫീസർ KB സിന്ധു, താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ Y സാറാമ, ജലീസ്, അനിൽകുമാർ, S സുജ, സീനിയർ സൂപ്രണ്ട് മനു, RI മാരായ പ്രസാദ്, മഞ്ജു, നിത്യ, വിനോദ്, സുനൈല, ആശാചന്ദ്രൻ എന്നിവരും കൺട്രോൾ റൂം SI നിസാം, കൊട്ടിയം SI അശ്വിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും റെയ്ഡിൽ പങ്കെടുത്തു.